നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ കൊത്തങ്കരയിൽ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയ UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ ജനപ്രതിനിധികളും LDF നേതാക്കളും അണിനിരന്നു. ദേശീയപാതയിൽ തെക്കിലിൽ സിമന്റ് മിക്സർ ലോറി മറിഞ്ഞു. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറിയാണ് തെക്കിൽ വളവിൽ അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്റ്റേഡിയങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തും. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഏജന്റുമാരുടെ കമ്മീഷനും രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ഒപ്പിടുവാനുള്ള അധികാരവും നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ നടപ്പിലാക്കണമെന്ന ആവശ്യം. INTUC കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖല കൺവെൻഷൻ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ഭാരതീയ മസ്ദൂർ സംഘം ഹോസ്ദുർഗ് മേഖല പ്രതിനിധി സമ്മേളനം നടന്നു. കാസർഗോഡ് റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കിയ നടപടിക്കെതിരെ DYFI പ്രതിഷേധം. പാർസൽ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് DYFI കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ കൊത്തങ്കരയിൽ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് മണ്ണിനടിയിൽ നിന്നും തൊഴിലാളികളെ പുറത്തെടുത്തത്. കാസർഗോഡ് ചെറുവത്തൂർ ചീമേനി റോഡിലെ കൊത്തങ്കരയിൽ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് അപകടം. ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 3 തൊഴിലാളികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നത്. വീടു നിർമ്മാണ സ്ഥലത്തിനു സമീപത്തെ മണ്ണിടിഞ്ഞ് മതിലിനു മുകളിൽ വീണാണ് അപകടമുണ്ടായത്. വീട് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന 3 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 3 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയ UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ ജനപ്രതിനിധികളും LDF നേതാക്കളും അണിനിരന്നു. കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് ജനുവരി മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 10,189 കോടി രൂപയായിരുന്നു നീക്കിവെച്ചത്. എന്നാൽ UDF സർക്കാർ അതിൽ 1,533 കോടി 44 ലക്ഷം രൂപ കുറച്ച് 8,655 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഏതാണ്ട് 1,533 കോടി രൂപ കേരളത്തിലെ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിച്ചുരുക്കിയ UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. BC റോഡിലെ പഴയ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ ത്രിതല പഞ്ചായത്ത്, നഗരസഭാ ജനപ്രതിനിധികളും LDF നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. നിങ്ങൾക്കെതിരെ ഉയർന്നു കഴിഞ്ഞു കേരള നാട്ടിലെ ബഹുജനശക്തി. ന്യായമായി നൽകുക എന്നത് സർക്കാരിന്റെ ചുമതലയാണ്. LDF സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ CH കുഞ്ഞമ്പു, CP ബാബു, സാബു അബ്രഹാം, VV രമേശൻ, മുഹമ്മദ് റാഫി, അസീസ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ തെക്കിലിൽ സിമന്റ് മിക്സർ ലോറി മറിഞ്ഞു. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറിയാണ് തെക്കിൽ വളവിൽ അപകടത്തിൽപ്പെട്ടത്. ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലെ ബേവിഞ്ചയിൽ സിമന്റ് മിശ്രിതവുമായി വന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ക്യാബിനിൽ അരമണിക്കൂറിലേറെ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. തമിഴ്നാട് സ്വദേശി സിദ്ദിഖിനെയാണ് രക്ഷപ്പെടുത്തിയത്. കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവറുടെ കൈ ക്യാബിനിൽ കുടുങ്ങിയതിനാലാണ് പുറത്തിറങ്ങുവാൻ കഴിയാതിരുന്നത്. അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബേവിഞ്ചയിൽ കുന്നിടിയൽ ഭീഷണി മൂലം പഴയ ദേശീയപാത പുനർനിർമ്മിച്ചൊരുക്കിയ റോഡിലാണ് അപകടം സംഭവിച്ചത്. വളവോടുകൂടി അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ റോഡിലെ അപകട സാധ്യതയെക്കുറിച്ച് KCN ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. രണ്ട് ഭാഗത്തേക്കും ഇതുവഴിയാണ് 1.5 മാസമായി വാഹനങ്ങൾ ഓടുന്നത്. അപകടത്തെ തുടർന്ന് ചട്ടഞ്ചാൽ ഭാഗത്തേക്കുള്ള ഗതാഗതം മാത്രം ഇതുവഴിയാക്കി നിയന്ത്രണം ഏർപ്പെടുത്തി. ചെർക്കള ഭാഗത്തേക്കുള്ള ഗതാഗതം മണ്ണിടിച്ചിൽ ഭീതി മൂലം ഇവിടെ അടച്ചിട്ട പാത തുറന്ന് സുഗമമാക്കിയിരിക്കുകയാണ്. ടാങ്കർ റോഡിൽ നിന്നും മാറ്റിയതിനു ശേഷം മാത്രമേ പഴയ രീതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനത്തിന് കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ V സുഗു, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ S അരുൺകുമാർ, സിറാജ്, അതുൽ, ഷൈജു, സീനിയർ ഗ്രേഡ് ഡ്രൈവർ പ്രസീത്, ഹോംഗാർഡുമാരായ രാജു, രാകേഷ് എന്നിവർ ഉണ്ടായിരുന്നു. വിദ്യാനഗർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്റ്റേഡിയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തും. കായിക മേഖലയുടെ വികസനത്തിന് പൊതു-സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മന്ത്രി. അത്തരം കാര്യങ്ങളിലൊക്കെ സമഗ്രമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേപ്പർ പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ എവിടെയൊക്കെയാണ് കായിക വകുപ്പിന്റെ സ്ഥാപനങ്ങളുള്ളത്, സ്റ്റേഡിയങ്ങളുള്ളത്, നമ്മളുടെ പണം ഉപയോഗിച്ച് പണിതിട്ടുള്ള എന്നാൽ മറ്റ് ഉടമസ്ഥയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് എല്ലാം വേണ്ടി രേഖിക്കേണ്ടത് കുറെ അധികമായി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം. സർക്കാരിനെ കൊണ്ട് മാത്രം ഈ മേഖലയിലെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായി സ്വകാര്യ പങ്കാളിത്തത്തിൽ കൂടി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം. CSR ഫണ്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരാം. പൊതു-സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഉടമസ്ഥാവകാശം കൈമാറുന്നില്ല, നടത്തിപ്പവകാശം കൈമാറുന്നില്ല. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, സ്പോർട്സിന്റെ വെൽബീങ്ങിന് വേണ്ടി സഹകരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ പാർട്ടാകാൻ വേണ്ടിയുള്ള ആവശ്യം, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിൽ തന്നെ സർക്കാരിന്റെ കൈവശം വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം വെച്ചിട്ടുണ്ട്. CSR ഫണ്ടിനെ കൂടുതലായി സ്പോർട്സിലേക്ക് കൂടിയ വേണ്ട തീരുമാനം, അത് CSR ഫണ്ടിന് റിസീവ് ചെയ്യാനും അതിന്റെ അനുബന്ധ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. അപ്പം കായിക സ്കൂളുകളെ സംബന്ധിച്ച്, സ്പോർട്സ് കൗൺസിലിലെ കീഴിലുള്ള സ്കൂളുകളെ സംബന്ധിച്ച് കോളേജിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള പോരായ്മകൾ. ഇതൊന്നും ഈ 2 മാസക്കാലത്ത് പോരായ്മകളല്ല. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 8 വർഷക്കാലമായി കായിക താരങ്ങൾക്ക് അവരുടെ മത്സരങ്ങളിൽ, ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പിന്നെ സമ്മാനം നേടുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന പ്രൈസ് മണി കൊടുക്കാനായിട്ട് 2018 ശേഷം 8 വർഷക്കാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒരു 1.5 കോടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മൊത്തം 11.5 കോടിയാണ് അതിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. അതുകൂടി വളരെ എളുപ്പത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു.
കായിക താരങ്ങളെയാണ് സെന്ററിൽ നിർത്തേണ്ടതെന്നാണ് ഗവൺമെന്റ് തീരുമാനം. അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത് കായിക താരങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പണം വിവിധ ഹെഡുകളായി കായിക താരങ്ങൾക്ക് കിട്ടേണ്ടത്, അവരുടെ ജേഴ്സി വാങ്ങേണ്ടത്, അവരുടെ എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടത്, അവർക്ക് പ്രൈസ് മണി കൊടുക്കേണ്ടതായ അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് തന്നെ അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായ പണം പലപ്പോഴും ശമ്പള ഇനത്തിലൊക്കെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇതില് കോച്ചുമാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി നിയമിക്കപ്പെട്ട കോച്ചുമാരുണ്ട്, ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ തന്നെ നിയമിക്കപ്പെട്ട കോച്ചുമാരുണ്ട്. അതിലൊരു ക്ലാസിഫിക്കേഷന്റെ ഒരു പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട്. പ്ലാൻ ഫണ്ടിൽ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം അപ്രൂവൽ ഇല്ലാതെ നിയമിക്കപ്പെട്ടത് കൊണ്ടാണ്. നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന സ്റ്റാഫുകൾക്കുള്ള ശമ്പളം കഴിഞ്ഞ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ നടപടിക്രമങ്ങളൊക്കെ എടുക്കും. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ബാക്കി കൂടി 31 കൂടി വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായി ബാക്കി കൊടുക്കാനുള്ള പണം കൂടി കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാവും. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത് കുറെ ബാക്ക്ഡോർ എൻട്രി ഉണ്ടായിട്ടുണ്ട്. കോച്ചുമാരായിട്ടും അതുപോലെ തന്നെ കായിക വകുപ്പിലെ പല ജീവനക്കാരായിട്ടും ഒരുപാട് ബാക്ക്ഡോർ എൻട്രി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാട്. ആ പിൻവാതിൽ നിയമനങ്ങളിൽ നിയമിക്കപ്പെട്ട ആളുകളെ ഫീഡ് ചെയ്യാൻ വേണ്ടി കായിക താരങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പണം വകമാറ്റി ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അത് താരങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അതിന് ഏത് രീതിയിൽ അത് വിഷയം പരിഹരിക്കാൻ സാധിക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നു. അപ്പൊ അതില് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ്. ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ 2 മാസക്കാലത്തെ അല്ല, 5 മാസക്കാലത്തെയാണ്. 5 മാസക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ശമ്പളം കിട്ടിയിട്ടില്ല. 10-18 മാസക്കാലമായി യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് കോർഡിനേറ്റർമാരുടെ ഓണറേറിയം കൊടുക്കുക 18 മാസമാണ് അതിന്റെ പെൻഡിംഗ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് 8 വർഷക്കാലത്താണ് 2018 മുതൽ 8 വർഷക്കാലമായി കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവർക്ക് കൊടുക്കേണ്ടുന്ന പ്രൈസ് മണി കൊടുക്കുന്നില്ല. അപ്പൊ ഏതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ബാക്ക്ഡോർ എൻട്രിക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതല്ല കായിക മേഖലയുടെ മുഖമായി നിൽക്കുന്ന ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന താരങ്ങൾക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊരു സംഗതി. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഏജന്റുമാരുടെ കമ്മീഷനും രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ഒപ്പിടുവാനുള്ള അധികാരവും നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ നടപ്പിലാക്കണമെന്ന ആവശ്യം INTUC കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഏജന്റുമാരുടെ കമ്മീഷനും രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ഒപ്പിടുവാനുള്ള അധികാരവും നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ നടപ്പിലാക്കണമെന്ന് INTUC കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PK വേണുഗോപാൽ പറഞ്ഞു. നമ്മൾ വലുതാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് സമയം പിടിക്കും. അപ്പോൾ മാത്രമല്ല, ഈ മേഖലയിൽ നിങ്ങളൊക്കെ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. കൃത്യസമയത്ത് യോഗത്തിന് എത്താൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുന്നത് 4-5 ആൾക്കാരെന്തോ അത്യാവശ്യം ഇവിടെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ മേഖല സമ്മേളനം വിളിച്ചു ചേർത്ത എൻ്റെ പ്രിയ സുഹൃത്തിനോടും ഈ റിയൽ എസ്റ്റേറ്റ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രനോടും ജില്ലാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രനോടും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോജോ എന്ന് വിളിക്കുന്ന തോമസ് മാത്യു, പിന്നെ രാഘവട്ടൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അവരൊക്കെ കൂടി നിങ്ങളെ സഹായിച്ച് സംഘടന വളരെ സഹായിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ബഹുമാനപ്പെട്ട ലേബർ മിനിസ്റ്ററെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ജോജോ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ്റെ ഞങ്ങളൊരു കാർഡുണ്ട്, രജിസ്ട്രേഷൻ കാർഡ്. ആ കാർഡ് പ്രകാരമാണ് നിങ്ങളൊക്കെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. മേഖലാ പ്രസിഡന്റ് ഷാജി പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ പ്രസിഡന്റ് അബ്ദുൾ നാസറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ഉദുമ സംഘടനാ കാര്യ വിശദീകരണം നടത്തി. INTUC ജില്ലാ സെക്രട്ടറി KV രാഘവൻ, ചെങ്കള മേഖലാ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി അബ്ദുൾ മുനീർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ ചീമേനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ഭാരതീയ മസ്ദൂർ സംഘം ഹോസ്ദൂർ മേഖലാ പ്രതിനിധി സമ്മേളനം നടന്നു. കാസർഗോഡ് ജില്ലയിലെ ആയിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമായ
കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ കിട്ടാത്തതും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും ഹോസ്പിറ്റലിലെത്തുന്ന രോഗികൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഹോസ്പിറ്റലിനകത്ത് മുഴുവൻ സമയങ്ങളിലും തെരുവുനായകളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെന്നും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും നായകൾ പതിവായി ആക്രമിക്കുന്നത് മൂലം ഭയത്തോടെയാണ് ആശുപത്രിയിൽ പലരും കഴിയുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും കാഞ്ഞങ്ങാട് ടൗൺഹാളിൽ നടന്ന ഭാരതീയ മസ്ദൂർ സംഘ് ഹോസ്ദുർഗ് മേഖലാ പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള പ്രമേയങ്ങളൊക്കെ തന്നെ വോട്ടെടുപ്പ് നടത്തി ചില വിജയിച്ചോ പരാജയപ്പെട്ടു പോയപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം അവതരിപ്പിച്ച പൂർണ്ണമായിട്ടും തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അഗാധമായി പഠിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ പ്രമേയം അവിടെ ഐക്യകണ്ഠേന പാസാക്കി. പറഞ്ഞു വരുന്നത് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ പ്രസക്തിയെ പറ്റിയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് ട്രേഡ് യൂണിയന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു വരികയാണ്. ദേശീയ തലത്തിലും ആ രീതിയിലാണ് ഉള്ളത് എന്നുള്ളത് ചർച്ചകൾ നടക്കുകയാണ്. മറ്റു ട്രേഡ് യൂണിയനും ആ രീതിയിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കും. അടുത്ത മാസം 10-ാം തീയതി കേരളത്തിലെ ഭാരതീയ മസ്ദൂർ സംഘം ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും സമരപാതയിലേക്ക് പോവുകയാണ്. ട്രേഡ് യൂണിയന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നതാണ് അവരുടെ പ്രമേയം ഉയർത്തിക്കൊണ്ടെന്ന് വലിയൊരു കാര്യം. നേരത്തെ ചോദിച്ചാൽ അതിൽ കാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കാമ്പ് ഇല്ലാതില്ല. പക്ഷെ ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം തന്നെ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ശ്രമിക സമ്പർക്കത്തിലൂടെ നമ്മൾ കേരളത്തിൽ മാത്രം 1 ലക്ഷം ആൾക്കാരെ പുതിയ ചെറുപ്പം ഭാരതീയ മസ്ദൂർ സംഘത്തിന് കഴിഞ്ഞു. ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിനി ശ്രീനിവാസൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ പ്രശാന്ത് സൌത്ത്, രേഷ്മ ചെമ്മട്ടംവയൽ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മുത്തപ്പൻതറ സ്വാഗതവും കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Shoppika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കിയ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പാർസൽ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തലാക്കിയ ദക്ഷിണ റെയിൽവേയുടെ നടപടി ഉടൻ പിൻവലിക്കുക, ജില്ലയിലുള്ള ഏക റെയിൽവേ പാർസൽ സർവീസ് കേന്ദ്രം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവജന സഖാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തരമൊരു മാർച്ച് ഏറ്റെടുക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ബ്ലോക്ക് സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയുണ്ടായി. ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോട് അങ്ങേയറ്റത്തെ അവഗണന പുലർത്തുന്ന ആളുകളായി, അധികാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ അനുവദിക്കപ്പെട്ട ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിൽ കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് ട്രെയിനിൻ്റെ ദൂരം, ദൈർഘ്യം ഇങ്ങോട്ട് വ്യാപിപ്പിക്കുന്നതിൽ ഇതിനെല്ലാം അങ്ങേയറ്റത്തെ അനാസ്ഥയായിരുന്നു പല ഘട്ടങ്ങളിലും റെയിൽവേ മന്ത്രാലയം പുലർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കും വിധമുള്ള ഒരു സമീപനമാണ് പാഴ്സൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന പാഴ്സൽ സംവിധാനം നിർത്തലാക്കാനാവശ്യമായ നീക്കത്തിലേക്ക് ഇവിടുത്തെ ഭരണകൂടം ദക്ഷിണ റെയിൽവേ മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ മാസം 25 മുതലാണ് പാർസൽ സർവീസ് പൂർണ്ണമായും നിർത്തലാക്കിയത്. ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ മാനേജർ 21 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുമുള്ള സാവകാശം പോലും നൽകാതെയായിരുന്നു നടപടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൺപാത്ര നിർമ്മാണ സമുദായങ്ങൾക്ക് ജോലി സംവരണം ഏർപ്പെടുത്തണമെന്നാവശ്യം. കായക്കുളത്ത് കുടുംബസംഗമവും അനുമോദനവും നടത്തി. മൺപാത്ര നിർമ്മാണ സമുദായങ്ങൾക്ക് ജോലി സംവരണം ഏർപ്പെടുത്തണമെന്ന കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ പെരിയ ശാഖ കുടുംബസംഗമം ആവശ്യപ്പെട്ടു. കായക്കുളത്ത് നടന്ന കുടുംബസംഗമവും അനുമോദനവും കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധം നിലനിർത്തിയാൽ മാത്രമേ നാളെ നമ്മുടെ തലമുറകൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കുടുംബ ബന്ധമില്ലാത്തവർക്ക് ഒരു സമൂഹത്തിനകത്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ആ ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇവിടെ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിന് ആ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിയതിൽ പ്രത്യേകമായ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സവിത മുഖ്യാതിഥിയായി. ശാഖാ പ്രസിഡന്റ് TM പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സമുദായ സ്ഥാനികരായ PV അമ്പു, K മാധവൻ, K ജനാർദ്ദനൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി. പഞ്ചായത്ത് മെമ്പർമാരായ A വേണു, AV മിനി, KMSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഭാസ്കരൻ, KMSS സംസ്ഥാന സെക്രട്ടറി K വിജയൻ, പ്രവാസി പ്രതിനിധി TV സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ജിതേഷ് കുമാർ, ശ്രീജ, റീന ശിശുപാലൻ, K കുമാരൻ, KV ബാബു, PK ബാബുരാജ്, M ഭാസ്കരൻ, P വിജയൻ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ രാജേഷ് കരിപ്പാൽ പ്രഭാഷണം നടത്തി. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മലയാറ്റുകര കരിങ്കൽ ക്വാറിക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് ആദിവാസി നേതാവ് CK ജാനു. എണ്ണപ്പാറ മലയാറ്റുകരയിലെ കരിങ്കൽ ക്വാറി നിർത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന്റെ 112ാം ദിവസം സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങളുടെ ജീവൻ നിലനിർത്താനായി ഒരു നാട് മുഴുവൻ 100 ദിവസത്തിലധികം സമരം തുടരുമ്പോഴും പ്രാദേശിക ഭരണ സംവിധാനം മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തി ഒഴിഞ്ഞുമാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് ആദിവാസി നേതാവ് CK ജാനു കുറ്റപ്പെടുത്തി. എണ്ണപ്പാറ മലയാറ്റുകരയിലെ കരിങ്കൽ ക്വാറി നിർത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന്റെ 112ാം ദിവസം സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു CK ജാനു. ഇവിടെ 112 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരം നടക്കുന്നത് നമ്മളുടെയൊക്കെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ശരിക്കും ഇവിടെ നടത്തുന്നത്. ഒരു 4ഓളം കോളനികൾ ഇതിൻ്റെ പരിസരത്തുണ്ട്. അവിടെ പ്രകൃതിക്ക് ആഘാതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഖനനം, അത്തരം ഒരു സംവിധാനം ശരിക്കും നടത്തരുത് എന്ന് ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉള്ളപ്പോൾ സമരസമിതി വൈസ് ചെയർമാൻ KRC തായന്നൂർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് കാട്ടുമാടം, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ചന്ദ്രൻ പരപ്പ, CV ശിവദാസൻ, OK പ്രഭാകരൻ, സുരേന്ദ്രൻ കാലിക്കടവ്, ആദിവാസി ഫോറം നേതാവ് കൃഷ്ണൻ മൂപ്പിൽ, ദളിത് ലീഗ് നേതാവ് മധു മൂപ്പിൽ, സുധീഷ് അടുക്കം, MD രാജൻ, ചന്ദ്രൻ വേങ്ങച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. രമേശൻ മലയാറ്റുകര സ്വാഗതവും സജിത ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ വലിയപറമ്പ് കടലോരത്ത് കാർഷിക വിളകൾക്ക് നാശനഷ്ടം. വലിയപറമ്പ് സെൻട്രലിലെ കോർണിഷ് ബീച്ചിന് സമീപമാണ് കടൽ കയറിയത്. മഴയ്ക്ക് തെല്ലുന്ന ശമനമുണ്ടായ വേളയിലാണ് കടലേറ്റമുണ്ടായിട്ടുള്ളത്. വലിയപറമ്പിലെ 50 മീറ്ററിലധികം കടൽ കരയിലേക്ക് കയറി. പൊക്കത്തിൽ മണൽത്തിട്ടകൾ ഒലിച്ചുപോയി. പ്രദേശത്തെ നിരവധി പേരുടെ തെങ്ങുകൾ കടപുഴകി കടലിൽ പതിച്ചു. 2 ദിവസമായി വലിയപറമ്പിലും സമീപ പ്രദേശങ്ങളിലും കടലോരവാസികൾ കടലാക്രമണ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാലിച്ചാനടുക്കം രാസ്താംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2027 ഏപ്രിൽ 13 മുതൽ 18 വരെ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായുള്ള ലക്ഷംദീപ സമർപ്പണത്തിന്റെ ആദ്യ കൂപ്പൺ വിതരണ ഉദ്ഘാടനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശന കർമ്മവും ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കാലിച്ചാനടുക്കം രാസ്താംപാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2027 ഏപ്രിൽ 13 മുതൽ 18 വരെ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. ഇതിന് മുന്നോടിയായുള്ള ലക്ഷംദീപ സമർപ്പണത്തിന്റെ ആദ്യ കൂപ്പൺ വിതരണോദ്ഘാടനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശന കർമ്മവും ക്ഷേത്ര തിരുമുറ്റത്ത് വെച്ച് നടന്നു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ മാസം 2027 ഏപ്രിൽ മാസം മുതൽ നടക്കുകയാണ്. ആ ഒരു ബ്രഹ്മകലശം ഉത്സവം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഉത്സവം നാടിന്റെ തന്നെ ഏറ്റവും നല്ല മഹോത്സവമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് തീർച്ചയായും കഴിയും. അത്തരത്തിലുള്ള ഒരു നല്ലൊരു സംഘാടക സമിതിയാണ് നമ്മൾ ഇന്നിവിടെ രൂപീകരിക്കുന്നത്. പല പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി നമുക്കത് ഏറ്റവും നടത്താൻ വേണ്ടി കഴിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതിന്റെ ക്ഷേത്രത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. യോഗത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ തുളസീദാസ് സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ കൂപ്പണിന്റെ വിതരണോദ്ഘാടനം ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എണ്ണപ്പാറ വനിതാ ബാങ്ക് സെക്രട്ടറി അനിതയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം കോടമ്പേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയചന്ദ്രൻ TV നിർവഹിച്ചു. ലോഗോ പ്രകാശനം കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൂപേഷ് നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി വിശ്വൻ പെരിഗമന, 11ാം വാർഡ് മെമ്പർ TP ഫാറൂഖ്, ക്ഷേത്രം ഗുരുസ്വാമി നാരായണൻ, ലോക്കൽ സെക്രട്ടറി അനീഷ് കുമാർ, ശശിധരൻ കരിച്ചേരി, ബേബി MJ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ രാജേന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ,
കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. കേരള രാഷ്ട്രീയത്തിലെ മാന്യതയുടെയും സൗമ്യമായ പെരുമാറ്റത്തിന്റെയും പര്യായമായിരുന്നു അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് ചെർക്കളം അബ്ദുള്ളയെന്ന് ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ആദരവും സ്നേഹവും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചെർക്കളം അബ്ദുള്ള അനുസ്മരണ സമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ ഈ ചടങ്ങിൽ വിളിച്ചത്. അതേ തുടർന്നാണ് മറ്റു പരിപാടികൾ ഞങ്ങൾ അദ്ദേഹവുമായി അത്രയേറെ അടുത്ത സൗഹൃദം ബന്ധം ഞാൻ വെച്ചു പുലർത്തിയിരുന്നു. അപ്പം അത് മാത്രമല്ല, മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മന്ത്രിയായിരുന്നപ്പോൾ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം കരുത്തുറ്റതാക്കി മാറ്റാനും ശ്രീ ചെർക്കളം വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അവിടെയെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ ആത്മാർത്ഥമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പോഴും അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യത്തിനുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ മുന്നണിയുടെ കോൺഗ്രസും ലീഗും ചേർന്ന മറ്റ് ഘടകകക്ഷികളും ചേർന്ന ഈ മുന്നണിയുടെ താല്പര്യമായിരുന്നു എപ്പോഴും അദ്ദേഹത്തെ നയിച്ചിരുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ UDFന്റെ നിരവധി പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു.
മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എ അബ്ദുൽ സ്വാഗതം പറഞ്ഞു. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ.എ. നെല്ലിക്കുന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനി MP, CT അഹമ്മദ് അലി, AKM അഷ്റഫ് MLA, ബഷീർ വെള്ളിക്കോത്ത്, PM മുനീർ ഹാജി, PK ഫൈസൽ, KEA ബക്കർ, AM കടവത്ത്, അഡ്വക്കേറ്റ് N.A. ഖാലിദ്, TA മൂസ, അബ്ദുൽ 14, AGC ബഷീർ, M അബ്ബാസ്, AB ഷാഫി, അസീസ് മരിക്കെ, മാഹിൻ കേളോട്ട്, കല്ലട്ര അബ്ദുൽ ഖാദർ, PKC റൌഫ് ഹാജി, AK ആരിഫ്, TM ഇക്ബാൽ, ബദറുദ്ദീൻ KK, സത്താർ വടക്കുംപാട്, അഷ്റഫ് എടനീർ, അസീസ് കളത്തൂർ, സഹീർ ആസിഫ്, അനസ് എതിർത്തോട്, ഇർഷാദ് മൊഗ്രാൽ, സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, അൻസാഫ് കുന്നിൽ, KP മുഹമ്മദ് അഷ്റഫ്, ഷെരീഫ് കടവഞ്ചി, B ഫാത്തിമ ഇബ്രാഹിം, A അഹമ്മദ് ഹാജി, മുത്തലിബ് പാറക്കട്ട്, മുംതാസ് സമീറ, ഷാഹിന സലീം, രാജു കൃഷ്ണൻ, കാപ്പിൽ മുഹമ്മദ് പാഷ, AP ഉമ്മർ, ഖാദർ ഹാജി ചങ്കള, C മുഹമ്മദ് കുഞ്ഞി, CA അബ്ദുല്ല കുഞ്ഞി ഹാജി, E അബൂബക്കർ ഹാജി, ഇബ്രാഹിം പാലാട്ട്, അഡ്വക്കേറ്റ് MTP കരീം, അഡ്വക്കേറ്റ് ഫൈസൽ, നാസർ ചെർക്കളം, കബീർ ചെർക്കളം, ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ഉദ്ഘാടനം ചെയ്തു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനവും സുരക്ഷാ പ്രോജക്റ്റ് ജീവനക്കാർക്കും ഗുണഭോക്താക്കൾക്കുമുള്ള ബോധവൽക്കരണ സെമിനാറും ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ KT ഉദ്ഘാടനം ചെയ്തു. ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരൾ അല്ലെങ്കിൽ ലിവറിനുണ്ടാകുന്ന അണുബാധയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പലതരത്തിൽ വരാം. ബാക്ടീരിയ വരാം, വൈറസ് വരാം. അപ്പോൾ വൈറസിനെയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മളെപ്പോഴും കൂടുതൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ബിയും C എന്ന് പറയുന്ന 2 വൈറസ് ഹെപ്പറ്റൈറ്റിസിൻ്റെ വൈറസുകളെയാണ്. കാരണം അത് രക്തത്തിലൂടെയും നമ്മുടെ സ്രവങ്ങളിലൂടെയൊക്കെ പകരും. മാത്രമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് കരൾ കട്ടിയായി പിന്നീട് അത് ക്യാൻസറിലേക്കൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് നമ്മൾ അതിന് ഭയങ്കര കാര്യമായിട്ട് നമ്മൾ പടരാനുള്ള സാധ്യതയും വളരെ കൂടും. അപ്പോൾ കരടെന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, നമ്മളതിനെ തെറ്റിദ്ധരിച്ച് ഹൃദയത്തോടും എല്ലാം ചേർത്ത് കരളെന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരളെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു വലിയൊരു ഫാക്ടറിയാണ് കരൾ. അപ്പോൾ അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താൽ ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ആകും. അത് പക്ഷേ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് അഥവാ പോസിറ്റീവാണ് പ്രശ്നമില്ല. കാരണം അതിനുള്ള ചികിത്സ അതുപോലെ ടെസ്റ്റ് എല്ലാം നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെ അവൈലബിൾ ആണ്. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ധന്യ ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ആരതി രഞ്ജിത്ത്, ഹസി PP എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അജയ് രാജൻ, ഡോക്ടർ സന്തോഷ് K എന്നിവർ ക്ലാസ് എടുത്തു. പാൻഡക്, KNP, CRD എന്നീ വളണ്ടിയർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ അഴക്കുളം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ഫണ്ട് ഉദ്ഘാടനവും നടന്നു. അഴക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 6 മുതൽ 11 വരെയാണ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. മടിക്കൈ അഴക്കുളം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവവും ജനകീയ പങ്കാളിത്തത്തോടെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ഫണ്ട് ഉദ്ഘാടനവും നടന്നു. മടിക്കൈ പ്രദേശത്തെ പ്രധാന തീയ സമുദായ ക്ഷേത്രങ്ങളിൽ ഒന്നായ അഴക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 6 മുതൽ 11 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KU നാരായണ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങളും നടക്കും. കലാസാംസ്കാരിക പരിപാടികളുടെയും പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിൻ്റെയും വിജയത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന യോഗം ആചാരസ്ഥാനികൾ ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ 700-ലധികം ആളുകൾ പങ്കെടുത്ത യോഗം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. എന്നാണ് ഈ പ്രദേശത്തെ മുൻകാലങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഴമേറിയതും അഴകുള്ളതുമായ ഒരു മണിക്കിട വടക്കേ നടയുടെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നു എന്ന്
ഐതിഹ്യം പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തിന് അഴകുളം എന്ന പേര് വന്നത് എന്ന് പഴമക്കാർ ഓർമ്മപ്പെടുത്തി പറഞ്ഞു വെക്കുന്നു. പുതിയ കാലത്ത് ഭക്തിയെയും വിശ്വാസത്തെയും എല്ലാം വല്ലാണ്ട് വഴിതിരിച്ചുവിടാൻ ശ്രമം നടത്തുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നാം തിരിച്ചറിയുക. വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ, വിശ്വാസങ്ങളിലൂടെ മതനിരപേക്ഷതയുടെ മൂർത്തമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ ആരാധനാലയങ്ങളും എല്ലാം മാറേണ്ട ഒരു കാലത്താണ് നമ്മളെല്ലാം ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരനെ ചെയർമാനായും ബി ഗംഗാധരനെ കൺവീനറായും ഉത്തര മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ പെരിയെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാനായും സി ടി കുമാരനെ കൺവീനറായും കെ വി ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇതിന്റെ വിജയത്തിനായുള്ള സാമ്പത്തിക സമാഹരണം സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന യങ് ഡെമോക്രാറ്റ്സ് കാസർഗോഡ് ജില്ലാ യൂത്ത് അസംബ്ലിയിൽ ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി നിരവധി യുവതിയുവാക്കൾ ആവേശപൂർവ്വം പരിപാടിയിൽ പങ്കെടുത്തു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന യങ് ഡെമോക്രാറ്റ്സ് കാസർഗോഡ് ജില്ലാ യൂത്ത് അസംബ്ലിയിൽ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി നിരവധി യുവതി-യുവാക്കൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ജില്ലാ യൂത്ത് അസംബ്ലിയിൽ ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. SDPI ജില്ലാ പ്രസിഡന്റ് സവാദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിമർശനം വരുമ്പോൾ തളർന്നു പോകരുത്. നമ്മൾ യഥാർത്ഥ പോരാളികൾ. വിമർശനം വരുമ്പോൾ അതിൽ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഊർജ്ജസ്വലതയോടെ വീണ്ടും ആ പരിശ്രമം പുലർത്തുന്നവരാണ് യഥാർത്ഥ പോരാളി. നമുക്കറിയാം, പരാജയം എന്നുള്ളത് നമ്മുടെ നിഘണ്ടുവിലില്ല. കാരണം പരാജയം എന്നുള്ളത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകളും ആശയങ്ങളും ദിവസേന പുതുക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ നമുക്കും കഴിയേണ്ടതുണ്ട്. സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ ശബ്ദിക്കാനും അടിച്ചമർത്തപ്പെടുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യങ് ഡെമോക്രാറ്റ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഇർഫാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി സ്വാഗതം പറഞ്ഞു. കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ പങ്കും ഉത്തരവാദിത്വവും സംബന്ധിച്ച വിഷൻ പേപ്പർ യങ് ഡെമോക്രാറ്റ്സ് സംസ്ഥാന ജോയിന്റ് കൺവീനർ അംജദ് കണിയാപുരം അവതരിപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യുവജനങ്ങളുടെ സജീവ ഇടപെടൽ അനിവാര്യമാണെന്നും ജനാധിപത്യ മൂല്യങ്ങളും സാമൂഹിക നീതിയും സംരക്ഷിക്കുവാൻ യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. യങ് ഡെമോക്രാറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം നസീർ KC, SDPI ദേശീയ കമ്മിറ്റി അംഗം NU അബ്ദുൽ സലാം, SDPI ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആസിഫ്, വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി റൈഹാന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് യങ് ഡെമോക്രാറ്റ് സംസ്ഥാന ജോയിന്റ് കൺവീനർ അംജദ് കണിയാപുരം പുതിയ ജില്ലാ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. ഒരു ആരോപണമല്ലേ പ്രിയമുള്ളവരെ, ജെയും നീറ്റും CETയും അടക്കം വരുന്ന വിവിധ എക്സാമുകളുടെ ചോദ്യ പേപ്പർ, CBSEയുടെ 10ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ പോലും ചോർന്നൊരു സാഹചര്യമാണ് നമ്മുടെ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൃത്യമായി ജന്തർ മന്ദർ നമുക്ക് തരുന്ന ഒരു മറുപടിയുണ്ട്. ജന്തർ മന്ദർ നമുക്ക് തരുന്നതായ ഒരു അറിവുണ്ട്. രാജ്യത്തിന്റെ തെരുവോരങ്ങളില് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ധർമ്മേന്ദ്ര പ്രതാപൻ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാവു പകലാക്കി ഗുലാബിന്റെ ഇടിനാദത്തോടുകൂടി തെരുവുകൾ കീഴടക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഭയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഇന്നലത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. ഒരു പക്ഷേ ആ സമരം വീണ്ടും നിന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ 3ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടം നമുക്ക് കാണാമായിരുന്നു. അധികാരികൾ മുട്ടുമടക്കുന്ന, യുവാക്കൾ ജന്തർ മന്ദർ കീഴടക്കുന്ന,
യുവാക്കൾ മനോഹരമാക്കിയ ഒരു ചരിത്രത്തിന്റെ തുടർക്കഥ ഇന്ത്യ രാജ്യത്ത് രചിക്കുമെന്ന് നാം നിങ്ങളും ആഗ്രഹിച്ചു. ആ ചരിത്രം നമുക്ക് കാണാമായിരുന്നു. അതിന് ഭയന്നുകൊണ്ട് വെറും 56 ഇഞ്ചിന്റെ തള്ളം തള്ളിക്കൊണ്ട് രാജിവെച്ച അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിയിൽ ഒതുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കേവലം രാജിയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ഇത് കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സിസ്റ്റം എററാണ്. ഈ സിസ്റ്റം എററിനെതിരെയാണ് പ്രിയമുള്ളവരെ ഈ കൊടികളുമായി നാളെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടത്. ജില്ലാ കൺവീനറായി കബീർ ബ്ലാർക്കോഡിനെയും ജോയിന്റ് കൺവീനർമാരായി സഫ്ര, ഷബ്ന റിയാസ്, ഷെരീഫ് പാവൂർ, ഷാക്കിർ ഉദുമ, റിസ്വാൻ BK എന്നിവരെയും മുഹമ്മദ് മുസമ്മിൽ, ജാബിർ, മനാസ്, റിയാസ്, സുഹൈൽ, താജുദ്ദീൻ, നാസർ, ഷംനാസ്, ആയിഷ, ജനിബ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് രാമനഗരം ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തുള്ള സൗകര്യപ്രദമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആനന്ദാശ്രമം മഠാധിപതി പൂജനീയ മുക്താനന്ദ സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ചിന്തകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിന്റെ സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ 4ാം സ്മൃതി ദിനത്തിൽ ഇന്റഗ്രൽ ബുക്സ് പുസ്തക പ്രസ്ഥാന രംഗത്ത് വൈവിധ്യവൽക്കരണത്തിന് സജ്ജമായി. ഭാരതീയ തത്വചിന്തയെ ആധുനിക സയൻസിന്റെ പശ്ചാത്തലത്തിൽ അപഗ്രഥിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നു ഇതിനോടകം ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത, യാത്രാവിവരണം, നിരൂപണം തുടങ്ങി വിവിധങ്ങളായ പുസ്തകങ്ങൾ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് ചെയർമാൻ ഡെന്നി അമൃതഗിരി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് രാമനഗരം ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തുള്ള സൗകര്യപ്രദമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആനന്ദാശ്രമം മഠാധിപതി പൂജനീയ മുക്താനന്ദ സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ശരീരം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അമ്മയുടെ വയറ്റിൽ തരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. നമ്മുടെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം പ്ലാൻ ചെയ്യില്ലേ? അതുമാതിരി എന്തെങ്കിലും ചെയ്തോ? ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, നിൽക്കാനുള്ള ഭൂമി, സഞ്ചരിക്കാനുള്ള സ്പേസ്, ജീവൻ നിലനിർത്തുന്ന ചൂട്, സൂര്യൻ, മഴ, വൃക്ഷങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഏതെങ്കിലും നമ്മൾ കൊണ്ടുവന്നു? ഏതെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തോ? അപ്പോഴാണ് നമ്മൾ ഈ നാരിയിടുന്നത്. നമ്മൾക്ക് നമ്മൾ അയച്ച ഒരു ശക്തിയുണ്ട്. വെറുതെ അയക്കുമോ? ഓരോരുത്തർക്കും ഓരോ ദൗത്യവും കൊടുക്കും. ഈ ദിശയിൽ കാണുമ്പോഴാണ് ഓരോരുത്തരുടെ ജോലി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് സാറിന് കൊടുത്ത ജോലിയായിരുന്നു അതിൽ കൂടെ പ്രകാശിക്കുന്നത്. അതിനാണ് ആ ഒരു ജന്മം കൊടുത്തത്. നമ്മളൊരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. സർവേശ്വരൻ്റെ ദൗത്യം നമ്മളിൽ എല്ലാവരിലും പ്രകാശിപ്പിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ മുഖത്തും പ്രകാശിക്കും. ആ ദൗത്യം ഇന്ന് അനുസ്യൂതം തുടരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള അടുത്ത തലമുറയും പ്രചോദനം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഇന്റഗ്രൽ ബുക്സായിട്ട് നമ്മൾ ചേരുമ്പോൾ, ഇന്ത്യൻ ബുക്സിന് വേണ്ടി ആവുന്നത് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും വന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. ചടങ്ങിൽ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഡയറക്ടർ ജ്യോതിഷ ഡെന്നി അമൃതഗിരി, കോർഡിനേറ്റർ നിഷാന്ത് VT, മാനേജർ ഉണ്ണി കാട്ടുകുളങ്ങര, ശ്രീകാന്തം സ്മൃതി സമിതി പ്രവർത്തകരായ വാമനൻ നായർ, രമേശൻ പുതിയകണ്ഠം, ദിനേശ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ശ്രീകാന്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ വയലോർമ 2026 കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ നടന്നു. പഞ്ചായത്തിലെ 12ാം വാർഡിലെ കൂലോത്തുമഠം വടക്കേ കണ്ടത്തിൽ നടന്ന മഴ ഉത്സവത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. നാടാകെ വയലിറങ്ങി നാടിന്റെ ഉത്സവമായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ വയലോർമ 2026 കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പഞ്ചായത്തിലെ 12ാം വാർഡിലെ
കൂലോത്ത് മഠം വടക്കേക്കണ്ടത്തിൽ നടന്ന മഴയുത്സവത്തിൽ പ്രദേശത്തെ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത മഴയുത്സവം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ചേറാണ് ചോറ് അല്ലെ, ചേറിലാണ് ചോറ് അല്ലെ, ചേറിലാണ് ചോറ്. പണ്ട് ആദ്യം നമ്മൾ ചേറാണ് ചോറ് എന്ന് പറഞ്ഞു, പിന്നെ മാറ്റി ചേറിലാണ് ചോറ് എന്നതാണ് മഴപ്പൊലിമയുടെ മുദ്രാവാക്യം. പ്രകാശൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കാർഷിക മേഖലയിൽ നമുക്ക് ആ മേഖലയെ തിരിച്ചു പിടിക്കണം. പണ്ട് പഴമക്കാർ പറയുമായിരുന്നു, ബ്രിട്ടീഷുകാർ സകലതും അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ നമ്മുടെ കണ്ണനെയും അപഹരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോഴും പഴമക്കാർ എന്ന് പറഞ്ഞത് ഞാറ്റുവേലയും തിരുവാതിരയും കൊണ്ടുപോകാൻ കഴിയാത്തിടത്തോളം കാലം, അത് നമ്മളെടുത്തുള്ളിടത്തോളം കാലം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി കഴിയുമെന്ന് പണ്ടേ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അന്നം കഴിക്കാത്ത മലയാളിയില്ല. നമ്മൾ അന്നം മുട്ടിക്കുന്ന പരിപാടി പലപ്പോഴും നമ്മുടെ നാട്ടിനകത്ത് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചിലർ എടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് പി വി ജ്യോതി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ രാജൻ, പി കുഞ്ഞികൃഷ്ണൻ, പി വി പത്മിനി, പഞ്ചായത്ത് സെക്രട്ടറി കെ ബിജു, മെമ്പർ സെക്രട്ടറി ബാബു അബ്യാൽ, പൊതുപ്രവർത്തകൻ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ ഭാസ്കരൻ സ്വാഗതവും സീരീസ് ചെയർപേഴ്സൺ കെ ബി സീന നന്ദിയും പറഞ്ഞു. ഓട്ടം, കമ്പവലി, താറാവുപിടുത്തം തുടങ്ങിയ വയൽ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂർ കൊത്തങ്കരയിൽ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് 3 തൊഴിലാളികൾക്ക് പരിക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയ UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ ജനപ്രതിനിധികളും LDF നേതാക്കളും അണിനിരന്നു. ദേശീയപാതയിൽ തെക്കിലിൽ സിമന്റ് മിക്സർ ലോറി മറിഞ്ഞു. വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറിയാണ് തെക്കിൽ വളവിൽ അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്റ്റേഡിയങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തും. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഏജന്റുമാരുടെ കമ്മീഷനും രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ഒപ്പിടുവാനുള്ള അധികാരവും നിയമനിർമ്മാണത്തിലൂടെ സർക്കാർ നടപ്പിലാക്കണമെന്ന ആവശ്യം. INTUC കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ഭാരതീയ മസ്ദൂർ സംഘം ഹോസ്ദുർഗ് മേഖലാ പ്രതിനിധി സമ്മേളനം നടന്നു. കാസർഗോഡ് റെയിൽവേ പാർസൽ സർവീസ് നിർത്തലാക്കിയ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പാർസൽ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.